63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 5 ഗോത്ര കലകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിയാസ് KMR കാളിദാസനും അവിടെ പുതിയ അതിഥിയുമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. റിയാസ്, കാളിദാസൻ ആരാണ് പുതിയ അതിഥി? എന്തായാലും നമുക്ക് നേരിട്ട് ആ പുതിയ അതിഥിയിലേക്ക് പോവാം. മോനെ പേരെന്താ? അനഗസൻ. എവിടുന്ന് വരുന്നടാ? തിരുവനന്തപുരം. ഏതാ സ്കൂള്? PR ഉള്ളിയം കാട്ടാക്കട. കാട്ടാക്കടയാണ് അല്ലേ? നമ്മുടെ മുരുകൻ കാട്ടാക്കടയുടെ നാട്. അതെ അതെ അതെ. ഇവിടെ വയലിനാണോ മത്സരിച്ചത്? വയലിൻ പൗരസ്റ്റെപ്പ് ആണോ? എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട്. മിടുക്കൻ. എത്ര വർഷമായി ഈ കലോത്സവത്തിന് വരുന്നു? കലോത്സവം 8ാം ക്ലാസ് തൊട്ട്. ഇവിടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. സ്വന്തം നാട്ടിൽ മത്സരിച്ചു, എ ഗ്രേഡ് നേടി. അതെ അതെ. നമുക്ക് ആ പ്രകടനം ഒന്ന് കണ്ടാലോ? അതെ, കാണാം. കലക്കി. എന്താ ആഗ്രഹം? എന്താ ആഗ്രഹം? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വയലിൻ പഠിച്ചു തുടങ്ങിയ സമയത്തെ തെറ്റിക്കുമ്പോഴൊക്കെ ഈ ബോ കൊണ്ട് ഗുരുവിന്റെ ഈ നടി കിട്ടിയിട്ടുണ്ടോ? നല്ല രസമല്ലേ? വേറെ കാര്യമുണ്ട്. എന്താ പറയാ, പുള്ളി സ്ഥിരം അടി വായിക്കും, മുഴുവൻ തെറ്റിക്കായിരുന്നു. അതെ അതെ അതെ, മൊത്തം തെറ്റിക്കായിരുന്നു. കൈയൊക്കെ മൊത്തം പാടായിരുന്നു. അങ്ങനെയാണ് ഇത്രയും വലിയ പാടൊക്കെ വന്നു കൈ. മനസ്സിലായി? ആ കടപ്പാട് ഇപ്പോഴും അവനുണ്ട്. പിന്നെ അനകെ, അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ, ഉഷാറാക്കണം. അപ്പൊ എങ്ങനെയാ കാളിദാസ്? ആസിഫ് അലി ഉണ്ട്, അവരൊക്കെ കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ പോയിന്റ് നില എങ്ങനെയാ കളി? സ്കൂൾ വിഭാഗം പറയൂ. തൃശ്ശൂർ തന്നെ മുമ്പില്, തൊട്ടുപുറകെ പാലക്കാട്, പിന്നീട് കണ്ണൂര്. HSS വരുമ്പോ ഉണ്ടല്ലോ, പോയിന്റ് നിലയിൽ ഏറ്റവും മുന്നിലുള്ള നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആലപ്പുഴ മാന്നാർ. അതിന്റെ തൊട്ട് താഴെ BSS ഗുരുകുലം ആയിരുന്നു തുടക്കം മുതൽ മുന്നിൽ നിന്നിരുന്നത്. പാലക്കാടുള്ള അതായിരുന്നു ഹയർ സെക്കൻഡറി. ഇപ്പം നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാട്.